യൂട്യൂബിൽ നോക്കിയിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായ ഒരു വ്യക്തിയെ ഞാൻ എന്റെ ഫസ്റ്റ് ടൈം ലൈഫിൽ കാണുന്നതാണ്. അതാരാ? സെറ്റ് വണ്ടി ഓടിക്കാൻ പോകണോ? ട്രാക്കിൽ വാങ്ങാൻ പോവാ? ട്രാക്കിൽ വാങ്ങാൻ പോണ്. എല്ലാവരും സെറ്റ് ചെയ്യുക. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ പരിപാടി? നമ്മളിന്ന് പോകുന്നത് തൃശ്ശൂര് ഗോകാർട്ടിക്ക്. ഗോ കാർട്ട്. സെഫുവോ, എന്താണ് ഗോ കാർട്ട്? എന്താണ് ഗോക്കാട്ട്? വണ്ടിയിൽ വലിഞ്ഞു കയറി ഇരിക്കുന്നുണ്ട്, പക്ഷെ എന്താണ് എവിടേക്കാണെന്ന് ഒരു ബോധമില്ലാണ്ടാണ് കയറിക്കുന്നത്. അപ്പൊ എങ്ങോട്ടാണ് പറയും? എന്താണ് ഗോക്കാട്ട് പാട്ട്? ഗോക്കാട്ട് എന്താ പറയാ? കാറ് പോലുള്ള സംഭവത്തില് അത് ഓടിക്കാൻ പോണ്. അതായത് ഗൈസ്, നമ്മള് ഈ മറ്റേ F1 ട്രാക്കിലൊക്കെ ഓടിക്കുന്ന വണ്ടിയില്ലേ, അങ്ങനത്തെ വണ്ടി ഓടിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അവിടെ പോവാന് പോയിട്ട് എത്ര മണി ഉണ്ടെന്ന് പോലും അറിയില്ല. അവിടെ ഇറങ്ങിയിട്ടുണ്ട്. തൃശ്ശൂരാണ് സംഭവം. അറൗണ്ട് 1 hour ടൈം ഉണ്ട് നമുക്ക് ഇനി ഉള്ളത്. അപ്പൊ 6 മണി 7 മണിയൊക്കെ ആവുമായിരിക്കും. അവിടെ പോയി എന്താവോ എന്തോ ഒരു പിടുത്തം കിട്ടുന്നില്ല. അതെ, നമ്മുടെ ഫ്രണ്ടിലൊരു വണ്ടിയിലുണ്ട്, ആൾക്കാരുണ്ട്. നമ്മൾ വേറെ വണ്ടിയിൽ ഇവിടെ നമ്മള് 4-5 ആൾക്കാരത്തില് എന്താ ഇങ്ങനെ കുലി പോണ സിനിമ വണ്ടി റോഡിന് പ്രശ്നം താറൊക്കെ ഇങ്ങനെ വിളിക്കുന്ന. സെഫോ, എന്താണെന്നിട്ട് പറയും, അഭിപ്രായം പറയും. എന്താ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് റൈസ്. 2 ഓപ്ഷൻ ഉണ്ട് അവിടെ. ഒന്ന് നോർമൽ മോഡും ഒന്ന് ഫാസ്റ്റ് ട്രാക്ക് മോഡ്, സ്പീഡ് ആയിട്ടുള്ളത്. അതിൽ ഏത് മോഡ് ചൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ആദ്യം സൈക്കിൾ ഓടിക്കാൻ പഠിക്കട്ടെ. സൈക്കിൾ ഓടിക്കാറില്ല എനിക്ക് അറിയോ? പിന്നെ കുഴപ്പമില്ല. ഷാനു കേറുന്നില്ലേ? എന്തിനാ പോണെന്ന് പോലെ അറിയാനാണ് ഇപ്പൊ കേറിയിരിക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷാനുവിന് ഒരു റൗണ്ട് കൊടുക്കണം ചെയ്യിക്കാന് അല്ലേ? ഞാൻ പറയുകയാണെങ്കിൽ സെഫു, ഷാനു, എല്ലാവരും കൂടിയിട്ട് കേറുക, നേരെ ലൈറ്റില്ല ബുക്ക് ചെയ്യുക, വിടുക. ബാക്കിയൊക്കെ തവക്കലത്തല്ല, കല്ല് വല്ലി വെറുതെ വെച്ച് കാണാം അല്ലേ? എന്താ സംഭവം എന്നുള്ളതൊക്കെ ബാക്കി ഞാൻ അവിടെ നമ്മൾ കാണും. അതായത് യൂട്യൂബിൽ നോക്കിയിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായ ഒരു വ്യക്തിയെ ഞാൻ എന്റെ ഫസ്റ്റ് ടൈം ലൈഫിൽ കാണുന്നതാണ്. അതാരാ? ഷാനു. ഇപ്പൊ പറഞ്ഞോളൂ. എന്താ ഷാനു പറഞ്ഞു? എത്രാമത്തെ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായിട്ടുണ്ട്? എങ്ങനെ യൂട്യൂബ് നോക്കിയിട്ട് ടെസ്റ്റ് പാസ്സായത് അല്ലേ? അല്ല പറയ്. എത്ര വട്ടം ഇതിന് പോയി, പ്രാക്ടീസ് ചെയ്യാൻ പോയി? എത്ര വട്ടം ചിപ്പോയി? എത്ര വട്ടം പോടാ പ്രാക്ടീസ് ചെയ്യാന്? ഇത് പ്രാക്ടീസ് ചെയ്യാൻ പോയിട്ടില്ല. നേരെ പോയി ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റില് പാസ്സായി. ഏത് പാസ്സായി? കാറ് പോയി. കാറ് കിട്ടി, ബൈക്ക് കിട്ടിയില്ല. ഓക്കെ, അതിന്റെ കൂടെ ഉമ്മ ഉണ്ടായിരുന്നല്ലേ? ഇമ്മക്ക് ബൈക്ക് പോയി, കാറ് കിട്ടി. ഉമ്മാക്ക് ബൈക്ക് കിട്ടി, കാറ് പോയി. അപ്പൊ ഷാനു ഉണ്ടായത് വെച്ച് കഴിഞ്ഞാല് ബൈക്കും കിട്ടിയില്ല, കാറും കിട്ടിയില്ല. ഏതില്? രണ്ടും കിട്ടിയോ? എങ്ങനെ കിട്ടി? യൂട്യൂബ് ഒക്കെ കിട്ടി? പറയ്, കഥ പറഞ്ഞാലോ. എന്തുണ്ടായത് പറയും, എന്തുണ്ടായതെന്ന് പറയും, എക്സ്പീരിയൻസ് പറയും. എന്തുണ്ടായത്? ഫസ്റ്റ് നമ്മളിതിന് പോയില്ലേ, അത് ചില പ്രാക്ടീസ് ചെയ്യാൻ പോണ സമയം മുതൽ പറഞ്ഞു എങ്ങനെയാണ് പഠിച്ചെടുത്തത്? യൂട്യൂബ് ക്ലാസ് എങ്ങനെയാണ്? ആദ്യം ക്ലച്ച് ഇടുക, എന്നിട്ട് ഫസ്റ്റിലേക്ക് ഇടുക. അതായത് സംഭവം നമ്മൾ എച്ചിടുമ്പോ എങ്ങനെയാന്നുള്ളത് അതില് ഒരു കറക്റ്റ്. എനിക്ക് ക്ലാസ്സിന് പോയ സമയത്ത് സത്യം പറഞ്ഞൊന്നും മനസ്സിലായിട്ടില്ല ആള് പറയണതേ. അയ്യോ വേണ്ട, എന്റെ ഡ്രൈവിംഗ് ടീച്ചർ. അത് സംഭവം എന്താ അറിയോ? അവൾക്ക് ആകപ്പെടാറുന്ന ഒറ്റ കാര്യം ABC ആണ്. ABC അത് സത്യം. ABC ഇപ്പോഴും വണ്ടി കയറിട്ട് നോക്കും, എങ്ങനെ ഇരിക്കും, ഇങ്ങനെ കണ്ടുട്ടോ പിറുവിറുക്കുണ്ടായിരുന്നിട്ട്. അപ്പൊ എന്താകുമ്പോ ABC. പക്ഷെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ റൈറ്റിന്ന് ലെഫ്റ്റിക്കാണോ, ലെഫ്റ്റിന്ന് റൈറ്റിക്കാണോ എന്നുള്ളതാണ് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ളത്. എന്നിട്ട് എന്നാണ് BM-ൽ കയറിയിട്ടുണ്ട്. അതിൽ നോക്കിട്ട് ABC പറഞ്ഞിരിക്കണം. BM-ൽ എന്ത് ABC? സത്യം, BM-ൽ എന്ത് ABC? BM ABC. BM-ൽ ഒരു ആക്സിലേറ്റർ ഉണ്ട്, ഒരു ബ്രേക്കും ഉണ്ട്. എന്നിട്ട് അവിടെ പോയി വെച്ചപ്പ കാര്യം എല്ലാ വണ്ടി കയറ്റി കൊടുക്കുന്ന ABC. നമ്മള് മറ്റേ ഈ വണ്ടി കയറി കഴിഞ്ഞാൽ അല്ല സംഭവം എന്താ അറിയോ? വണ്ടി കയറി കഴിഞ്ഞാല് നമ്മള് നിൽക്കുന്ന സ്ഥലത്ത് തരൂല്ലേ, അതേപോലെയാണ് ഓളത് ABC. അതന്നെ ഞാനും പറഞ്ഞത്. സാധാരണ ആളുകള് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ദിക്ക് ചെല്ലും.
അതേപോലെ ഷാനു വണ്ടി കയറി കഴിഞ്ഞാൽ ആക്സിലേറ്റർ നോക്കിയിട്ട് ABC 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 ABC. പക്ഷെ ഇപ്പോഴും ഉള്ള കൺഫ്യൂഷൻ എന്ന് വെച്ചാല് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിക്കാണ് ABC, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്കാണ് ABC. ഞാൻ പറഞ്ഞ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിക്കാ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്കാ ABC. പറ എന്താ ഓക്കെ ബ്രേക്ക് ക്ലച്ച്. ഓക്കെ അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്കാ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്കാ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിക്കാ. പറയടാ. അവിടെ ആക്സിലേറ്റർ ബ്രേക്ക് ക്ലച്ച് എവിടെ അവിടെ ഈ ഓട്ടോമാറ്റിക് വണ്ടിയില് ആക്സിലേറ്റർ ബ്രേക്ക് ക്ലച്ച് അല്ലേ? ഞാനെന്താ വെറുതെ പറഞ്ഞിട്ട് കാര്യം പറഞ്ഞ ഓൾക്ക് ഏത് വണ്ടിയില് കേറി കഴിഞ്ഞാലും ABC. എന്താ പറയാനുള്ളേ? ഓട്ടോമാറ്റിക് വണ്ടിയില് ABC പറയും. കാറിന്റെ പോയി കയ്യിൽ പൊഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല. വെയിലും കൊള്ളിക്കണ്ട ഒന്നും. ആയിക്കോട്ടെ. പിന്നെന്താ ചൂണ്ടി കാണിച്ചു വന്നിട്ട് പറയണത് അവിടെ ആക്സിലേറ്റർ ഇവിടെ ബ്രേക്ക് ക്ലച്ച് എന്നിട്ട് പറയണ നോക്ക്. മാനുവൽ വണ്ടിയാണെങ്കിൽ അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്ക്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിക്കാതെ ചോദിക്കണത് ഞാന്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിക്കാണ് ABC വരുന്നത്. ആണോ? ഉറപ്പാണോ? ഇത് മാറ്റൊന്നുമില്ലല്ലോ? ഉറപ്പല്ലേ? അത്ര രക്ഷപ്പെട്ട്. അപ്പൊ കുറച്ചൊക്കെ അറിയാം. ഇനി ബാക്കി ഞങ്ങൾ യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് ഇനി ഒരു വരവ് തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് അവളെ കൊണ്ട് ഓടിപ്പിക്കും. നമ്മള് നോക്കില്ല നമുക്ക് ഇതൊരു Aയും Bയും C ഇല്ല. ഓക്കെ വലത്തെ കാലായിട്ട് ചവിട്ടിട്ട് അടുത്ത കാലത്ത് ബ്രേക്ക് കുടിക്കും. അപ്പൊ അങ്ങനെ അത് അഫ്സല് മറ്റേ ഗീറ് മാറ്റിയ പോലെ കോഴിക്കോട് പോയിട്ട് സമയത്ത് ഓട്ടോമാറ്റിക് വണ്ടിയിൽ അഫ്സൽ എന്ത് ചെയ്തു, മറ്റേ കോഴിക്കോട് മറ്റേ ബീച്ചിന്റെ അവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് നേരെ അങ്ങോട്ട് വലിപ്പിച്ചിട്ട് ഒറ്റ ഇടല ഗീറ് ഫാക്ടറിന്റെ വണ്ടി കുത്തി. ഞാൻ നേരെ ഫ്രണ്ടിൽ നോക്കിയാ ഫ്രണ്ടിൽ തട്ടിക്കാൻ നോക്കാണ്ട് ഫ്രണ്ടിൽ തട്ടിയിട്ടില്ല. തിരിഞ്ഞ് ബാക്കിൽ നോക്കിയാ ബാക്കിൽ തട്ടിയിട്ടില്ല. അപ്പൊ നിയാസ് പറയണേ അത് പേടിക്കേണ്ട അഫ്സൽ ഗീറ് മാറ്റിയാണെന്ന്. ആലോചിച്ച് നോക്കി ഒരു കയ്യബദ്ധം നാറ്റുകരുത് അല്ലേ? എന്റെ കൂടെ നടന്നിട്ടാണ്. ഫൈനലി നമ്മൾ ഗാരൻ പ്ലേ അരേന എത്തിയിരിക്കുന്നു. ഇനി ബാക്കി പാഴ്ചൂട് യുദ്ധം ഫുൾ ട്രാക്കിൽ അല്ലേ? ഇന്ന് എന്തൊക്കെ നടക്കും അല്ലേ ഷാനോ? അത് ശരി. ഇപ്പൊ എന്താ പറയാ? പൊളിക്കും അത്രേ ഉള്ളൂ. ഞാനോ എവിടേക്ക് വന്നിട്ടുണ്ടാവും? ബൈക്ക് ഓടിക്കാൻ. ഷാനക്ക് ബുദ്ധിയില്ല. വണ്ടി ഓടിക്കാൻ ഗോകാട്ടിങ്ങിന് കാർ ഓടിക്കാൻ. അപ്പൊ ഇതാണ് പരിപാടി. ഇവിടെ സംഭവം നൈസാണ്. കിടക്കുന്ന വണ്ടികളൊക്കെ സംഭവം ഉള്ളല്ലോ. ഇതേ പോകുന്ന അവന്മാര് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതായത് റൈഡിന് പോകുന്ന ആളുകളോ ഇൻഡിവിജ്വലായിട്ട് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് സെൽഫ് ഡിക്ലറേഷൻ ചെയ്യണം എന്നാണ് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇതാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ് കാറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെടുത്തുള്ളത് ടിന്ന് 10 ലാബ്സ് 650 രൂപയുടെ ചാർജ് വരുന്നത്. പിന്നെ ഗോകാർട്ട് പ്രോ, ഗോകാർട്ട് ലൈറ്റ്, അങ്ങനെ നോർമൽ മോഡ്, പിന്നെ PHP കൂടിയ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പെയിൻറ്റ് ബോള്, ജെൽ ബ്ലാസ്റ്റർ, റേസിംഗ് സ്റ്റിമുലേറ്റർ, ഓഫ് റോഡ് ബഗ്ഗി, അങ്ങനെ മൊത്തം സെറ്റാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പിന്നെ ട്വിൻ എടുത്തിട്ടുണ്ട്. കാരണം 2 ചിടുന്നുകളുണ്ട് കൂടെ, അവറ്റ് 2നും കയറ്റണം. അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ്. ഓക്കെ അച്ഛാ സെറ്റല്ലേ? ഞാനോ എടുക്ക് വാ നേരെ നടക്ക്. അവിടെ വേസ്റ്റ് ബിൻ ഉണ്ടോ? അവിടെ അതിലോണ്ട് ഇട്, വേസ്റ്റ് ബിന്നിലോണ്ട് ഇട് കേട്ടോ. ചെയ്യാൻ പാടില്ല കേട്ടോ. ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ വേസ്റ്റ് ബിന്നിൽ കൊണ്ടിട്. അതാ
ഗുഡ് ബോയ് ബാ മണ്ട ഇതെന്തിനുള്ള സ്ട്രോ എന്തിനുള്ള ആ സ്ട്രോ കൊണ്ടിട്ട് വേസ്റ്റ് ബിന്നിലിട്ടിട്ട് മറ്റേത് കുടി നോക്ക് പവറിന് റെഡ് ബുൾ കുടിക്കുന്നുണ്ട് മിസ്റ്റർ പോഞ്ഞിക്കര സെറ്റ് വണ്ടി സെറ്റ് വണ്ടി ഓടിക്കാൻ പോകണോ യെസ് ട്രാക്കിലിറങ്ങാൻ പോവാ ട്രാക്കിൽ വാങ്ങാൻ പോണ് എല്ലാവരും സെറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം ഒന്നും പറയല്ല കണ്ടറിയാം മിക്കവാറും എന്തൊക്കെ ഇതാടാ അതിന്റെ ഇടയിൽ 6ാം പാപ്പ് കാണിക്കുന്നത് കണ്ടിരുന്നിട്ട് കണ്ട ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഇവിടെ കിടന്ന് കുത്തി കയറി ഇതൊക്കെ എന്തിന്റെ മക്കളാണാവോ അപ്പൊ എന്തായിരുന്നു എക്സ്പീരിയൻസ് പറയടാ സൽമാന എങ്ങനെ ഉണ്ടായിരുന്നു എന്താണ് ഓ മാൻ സീൻ പഴയ പൊളിഞ്ഞ വണ്ടിയാണ് സനു എന്തായിരുന്നു എക്സ്പീരിയൻസ് പറ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എത്ര ലാപ്പ് കംപ്ലീറ്റ് ചെയ്ത് 6 ലാപ്പ് സന എന്താ അവസ്ഥ സെറ്റ് സാധനം സെറ്റ് സാധനം കിട്ടില്ല സാധനം മക്കളെ ഒരു രക്ഷയില്ല എല്ലാരും ട്രൈ ചെയ്യണം കിണ്ണം ഒരു എന്ത് ബ്ലോഗർ എല്ലാരും ട്രൈ ചെയ്യണം അടിപൊളി സംഭവം വറുത്തല്ലേ ഓ ഒരു ഇവിടെ ഒരാളെ കാണിച്ചു കൊടുക്കുക ഇത് അടിയിൽ എന്തിനാണ് എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്താ എനിക്ക് വണ്ടി ഓടിക്കണം വണ്ടി ഓടിക്കണം അപ്പൊ ആരും കൂടെ പോയത് ഇപ്പൊ ഈ ഉത്തർക്കാൻ കൂടെ പോയത് എന്നിട്ട് എന്താ വണ്ടി ഓടിക്കാൻ തന്നില്ലേ പരിഹാരം ഉണ്ടാക്കാം ഇത് വെറുതെ എക്സ്പീരിയൻസ് ആണ് മസ്റ്റ് ട്രൈ എന്താ പറയാ ഒരു 1.5 മുതൽ തന്നെയാണ് എന്താ വെച്ചാൽ മെന്റലി ഫ്രസ്ട്രേഷനൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇത് വരിക ഒരു 10 ലാപ്പ് കൊണ്ട് ഓടിച്ചാൽ സെറ്റ് ഞാൻ സത്യം പറഞ്ഞാൽ ട്വിന്നർത്തുണ്ടാകുന്നത് അപ്പോൾ ഞാൻ മോളും കൂടി എടുത്ത് അതിൽ മോള് പിന്നെ മാറിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു എനിക്ക് അഡീഷണൽ 3 ലാപ്പ് കൊണ്ട് കിട്ടി അത് ഞാൻ മുതലാക്കിയിട്ടുണ്ട് നല്ല നൈസായിരുന്നു ഗൈസ് ഒരു 1.5 പോരാട്ടത്തിന് ശേഷം ഞങ്ങൾ തിരിക്കുകയാണ് ഇവിടുന്ന് ചിപ്പോ നമ്മൾ കഴിഞ്ഞ് ഇറങ്ങല്ലേ എന്തായിരുന്നു എക്സ്പീരിയൻസ് എന്താണ് വണ്ടി ഓടിച്ചതുമായി ബന്ധപ്പെട്ട് എല്ലാരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ നമുക്ക് തോന്നൂല അവന്മാര് റെഡ് ഫ്ലാഗ് കാണിച്ചോണ്ട് മാത്രമേ ഇറങ്ങി പോകുന്നില്ലെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് പെട്ടച്ചേർന്ന സാധനം അമ്മാതിരി എക്സ്പീരിയൻസ് 1.5 മുതലാണ് ഓരോ വളവ് തിരിയുമ്പോഴും നമുക്ക് ഒരു ഇത് കൂടും സാധനം കേറും കത്തും കിടിലം അത് റൊമാൻസിഫിക്കേഷൻ വേറെ മൂടാം അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ സബ്സ്ക്രൈബ് ചെയ്യാം